അപ്പം എന്റെ കല്യാണമാണ് ഇന്ന് കേട്ടോ. അപ്പൊ എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ അല്ലേ. ഞാൻ പോവാണ് കേട്ടോ, പെണ്ണിനെ വിളിക്കാൻ പോവാണ്. என் உயிர் அண்ணனுக்கு, என் உடல் அண்ணனுக்கு, என் உடல் அண்ணனுக்கு நான் காதலிக்க மாட்டேன். நான் காதலிக்க மாட்டேன். நான் தப்பு பண்ணினா என் சாவு அண்ணன் கையால ஏத்துக்கிறேன். நான் தப்பு பண்ண என் சாவு அண்ணன் கையால ஏத்துக்கிறேன். இது சத்தியம், ഇത് സത്യം, 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 സത്യം. എന്റെ കല്യാണം കഴിഞ്ഞപ്പം ഒരാൾക്ക് പെണ്ണ് കെട്ടാൻ ഒരു മോഹം കേട്ടോ. ആർക്കെന്നറിയാം, നമ്മുടെ ദാസപ്പന്. വേണ്ടേ? എന്തോ എന്തോന്ന് ചോദിച്ചാ എല്ലാവർക്കും ഒരു ആഗ്രഹം കാണത്തില്ലേ? അതിനേക്കാളും മുമ്പ് കെട്ടണമെന്ന് എനിക്കായിരുന്നു ആഗ്രഹം. അപ്പം എന്റെ കല്യാണം കൂടാനായിട്ട് നമ്മുടെ ദാസപ്പന്റെ ആരാണ് വന്നെങ്കിൽ പറ. ഗേൾ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ആരാണ് അങ്ങോട്ട് നീങ്ങിപ്പോയത്? ഇങ്ങടേ. അയ്യോ പണി പണി. അച്ഛൻ വരുന്നു, 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 അച്ഛൻ വരുന്നടാ. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. ഞാൻ ഇവരുടെ എല്ലാം സ്വന്തം അപ്പൻ. അപ്പം എന്റെ കല്യാണമാണ് ഇന്ന് കേട്ടോ. അപ്പൊ എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ അല്ലേ. അപ്പൊ പറ. എല്ലാം നല്ലതിന്, എല്ലാം കണ്ടറിയണം. നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? ശുഭദിനം, ശുഭദിനം. സ്നേഹം മാത്രം, സ്നേഹം മാത്രം. ഗൈസ് അപ്പം എന്റെ കല്യാണമാണ്. എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പൊ നല്ലൊരു അടിപൊളി കല്യാണ വീഡിയോ ആയിരിക്കും. അപ്പൊ എല്ലാരും ഓടിച്ചു വിടാതെ കണ്ടോ. അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ പോവാണ് കേട്ടോ, പെണ്ണിനെ വിളിക്കാൻ പോവാണ്. അപ്പം ഞാൻ പോയിട്ട് വരാം. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടിയൊക്കെ പുറകിന് വരാനുണ്ട്. അപ്പൊ സമയമാവുന്നേ ഉള്ളൂ. അപ്പൊ 11:30 നമ്മുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ചേച്ചിയൊക്കെയാണ് കല്യാണം കൂടാൻ വേണ്ടി സൗദിയിൽ എത്തിയിട്ടുണ്ട്. ചേച്ചി പറ, എന്താ പറയാനുള്ള കല്യാണത്തിനെ കുറിച്ച് പറയാനുള്ളത്? കല്യാണത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഹാപ്പി മാരീഡ് ലൈഫ് രണ്ടുപേർക്കും പറയാനുള്ളൂ. ഓക്കെ ഓക്കെ. ഉറങ്ങാ കല്യാണമായിട്ട് സൈഡിൽ കിടന്നു പോയി. പറ. അപ്പൊ 2 ദിവസമായിട്ട് അച്ഛനും അമ്മയും ഞങ്ങൾക്ക് ഉറക്കമൊന്നുമില്ല. വീട്ടിലാണെങ്കിൽ പണിയും കാര്യങ്ങളൊക്കെയാണ്. ഡീസൽ അടിക്കാൻ കയറിയതാ. ഡീസൽ അടിക്കാൻ കയറിയാണോ? ഒടുക്കത്തെ ബ്ലോക്ക്. ഭയങ്കര കല്യാണമാണ് ഗൈസ്. അപ്പം ഭയങ്കര ബ്ലോക്കാണ്. അതെ 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 അതെ. എന്ത് ചെയ്യാൻ? പൈസയുടെ കാര്യം ഒന്ന് ഏർപ്പെടാം. എന്താ പൈസ? നമ്മ പിള്ളേരെല്ലാം ഉണ്ട്. എന്തുണ്ട്? നമസ്കാരം. അതെ, പള്ളിയിലൊക്കെ കയറിട്ട് വന്നേ. ഫോട്ടോഗ്രാഫർ, ചിൽ ഫോട്ടോഗ്രാഫർ. അടാ എന്താ പറയാനുള്ളത്? നമ്മൾ ന്യൂസ് ചാനലാണ്. പറ, എന്താ പറയാനുള്ളത്? പറ ചേച്ചി നിങ്ങള് ചേച്ചി അല്ലേ? എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അവിടെ നിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ആണോ? ദൈവമേ, ഫ്ലെക്സിൽ എന്തോ ഗൈസ്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ ആയിട്ട് പോയി കേട്ടോ. നമ്മള് സ്ഥലത്ത് വെച്ച് കണ്ട് ഇത് എടുത്തിട്ടല്ലേ? വേണ്ട ഗൈസ്. അപ്പൊ ഇതാണ് എന്റെ അളിയൻ. പറ. ഞാനാ? നീ സൽമാനെ ഇറങ്ങിയാന്നേ. പറഞ്ഞിട്ടുണ്ട് എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് വയറൊക്കെ ഞാൻ ഉരുകു വന്ന് കിടക്കുന്നത്. വലതുവശത്ത് ഞാൻ, ഇടതുവശത്ത് ഇവൻ, എല്ലാരും ഉണ്ട്. നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഫോട്ടോ ഫ്ലെക്സ് റബ്ബറിന്റെ മണ്ടയ്ക്ക് വന്നൊരു ഫോട്ടോ എടുക്കണം ഷോട്ട് കേട്ടോ. ദേശീയ എത്തിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് വയ്യണ്ണ. ടെൻഷൻ അടിച്ചിട്ടേ പറയണ. ఎన్న గురించి రెండు ఒక బుక్కి పడనా తెలుగు పడను అన్న మంచి రాక్ స్టార్ ఇంకా ఆయన పెళ్లి రోజు జరుగుతుంది అందరు ఆయన్ని అనుగ్రహించాలి అని కోరుకుంటున్నాను. ఓకే ఓకే ഗൈസ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കാറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേഷു ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ടൈം ആവുന്നേ ഉള്ളൂ. ടൈം ആകുമ്പോഴത്തേന് ഞാൻ ഇറങ്ങണം. അച്ഛൻ വന്നേ. അച്ഛൻ എനിക്ക് ടെൻഷൻ ആവുന്ന അച്ഛാ. ഇങ്ങോട്ട് വന്നേ. നീ ഞങ്ങൾ എല്ലാവരും ഇല്ലടാ. നിന്റെ കമ്പനിക്കാരെല്ലാവരും ഉണ്ട്. യൂട്യൂബേഴ്സ്
ഒരു യൂട്യൂബറാണ് ഈ നിൽക്കുന്നത്, സൽമാൻ. ഒന്നുകൂടെ പറഞ്ഞു ഏ പറഞ്ഞു പറയിപ്പിക്കാണ്. പറ എന്റെ 2 വാക്ക് പറയുന്നു, എന്നെ പിന്നെ കിട്ടത്തില്ല. പറ എന്നെ കുറിച്ച് പറ. എന്റെ കല്യാണം +1 കാലഘട്ടത്തില് ഞങ്ങളുടെ DBHS പൊൻതൂവലായിരുന്നു രാഹുൽ. അതെ രാഹുൽ പറ കരടാന്ന് പറയടി. പറ മറാഠി മഹിതേ. ആശംസകളെങ്കിലും അറിയിപ്പിക്കണം നിങ്ങൾ. ഓക്കെ നമസ്കാർ ഗൈസ്. അപ്പൊ എന്നെ സ്വീകരിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇറങ്ങാനായിട്ട് പോവാണ്. അധികാരങ്ങൾ ലയിക്കുന്ന സമയം ഇതാ, കണ്ണനിതാ കല്യാണം കഴിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ എഴുതി വെക്കേണ്ട പ്രധാനപ്പെട്ട കണ്ണപ്പരെന്ന വൻമരം വീട്. ഇനി ആര് കൊച്ചൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കാണിക്കാം, എല്ലാവരും കാണിക്കാം. സൗണ്ട് പറഞ്ഞ കേൾക്കാൻ പറ്റിയല്ലോ. എനിക്കറിയാൻ പാടില്ല ഗൈസ്. നമ്മുടെ കണ്ണപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ടായ നമ്മുടെ സുബിനാണ് ഏതാണ്ട് കണ്ടോ പേപ്പർ പോലുണ്ടത്. പേപ്പർ മറ്റേതാണ്. എന്തിനാ ഈ കൈയൊക്കെ ഇറക്കിയത്? കൈയൊക്കെ ഇറക്കിയത് പറഞ്ഞിട്ടു നാളെ അമ്മ ഒന്നിട്ടിട്ട് പോണ. എനിക്കറിയാൻ പാടില്ല. ഗൈസ്, അപ്പോൾ നമ്മുടെ കണ്ണപ്പൻ്റെ കല്യാണം നമ്മൾ പ്രതീക്ഷിച്ചതിലും ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട് അല്ലേ? നല്ലോണം ഗംഭീരമായിട്ടാണല്ലേ? എല്ലാവർക്കും വളരെ താങ്ക്സ് ഗൈസ്. അപ്പോൾ നമ്മുടെ കണ്ണപ്പൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വന്നിട്ടുണ്ട്, അച്ഛനൊക്കെ ഓടുന്നു. അപ്പോൾ നമുക്ക് ഓരോരുത്തരോട് ഇവരെ കല്യാണം കഴിഞ്ഞ അഭിപ്രായം ഒന്ന് ചോദിക്കാം. അഭിപ്രായം നോക്കി നമുക്ക് നമ്മുടെ കൂട്ടുകാരെ ഓരോരുത്തർ വീതം വിളിക്കാം. നമ്മൾ ആദ്യമായിട്ട് വിളിക്കുന്ന അനന്ത മണിക്കൂട്ടിനെയാണ്. നമ്മുടെ ചേട്ടൻ, അതായത് എൻ്റെ ചേട്ടന് നിങ്ങളുടെ കൂട്ടുകാരനായ കണ്ണപ്പൻ്റെ കല്യാണം കഴിഞ്ഞത് എന്താണ് അഭിപ്രായം? കണ്ണപ്പൻ ഞങ്ങളുടെ എല്ലാം എന്തുവാ? കണ്ണപ്പൻ ഞങ്ങളുടെ എല്ലാമായിരുന്നു. അവൻ പെട്ടതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഗെയിമിൽ മാത്രം കണ്ടുപിട്ടത് ഇവനാ ചന്ദ്രൻ. അയ്യോ, അമ്മ അറിയണ്ടേ? മറ്റേത് ഗെയിമല്ലേ? നമ്മുടെ ബോസ്റ്റുണ്ട്, അച്ഛനുണ്ട് ഇവിടെ. ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് തിരക്കായി പോയി കേട്ടോ. ഒത്തിരി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ വന്നപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല അല്ലേ? മൊത്തം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചല്ലേ? ഇപ്പോഴാണ് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും കല്യാണ സാരി കൊടുത്തിട്ട് നേരെ വീട്ടിൽ പോകണം അല്ലേ? വയ്യ തളർന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ആ, ബാക്കി ഇനി ഒന്നും പറയാനില്ല. എനിക്കെല്ലാം റെഡിയായി. ഇനി വീട്ടിലോട്ട് ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, ഹാപ്പിയാണ് എല്ലാവരും. എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. പെണ്ണിനാണെങ്കിൽ ഇറങ്ങണം കേട്ടോ. ഓക്കെ, ഇറങ്ങണ്ടേ? വരണ്ടേ?
ഓക്കെ. അപ്പം ഞങ്ങൾ പാലും പഴവും കഴിക്കാൻ പോവാണ്. തെറ്റാണ്. ഒറ്റ കുടിച്ചു അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞപ്പം ഒരാൾക്ക് പെണ്ണ് കെട്ടാനൊരു മോഹം കേട്ടോ. ആർക്കെന്നറിയാം? നമ്മുടെ ദാസപ്പന്. വേണ്ടേ? എന്തോ എന്തോന്ന് ചോദിച്ചാ എല്ലാവർക്കും ഒരു ആഗ്രഹം കാണത്തില്ലേ? അതെ, മനുഷ്യനല്ലേ കല്യാണം കഴിക്കണം എന്നൊക്കെ വീട്ടിൽ പറയുന്നത് കേട്ടു. സത്യം പറഞ്ഞാൽ ഇവനേക്കാളും മുമ്പ് കെട്ടണമെന്ന് എനിക്കായിരുന്നു ആഗ്രഹം. ഇപ്പൊ ഇവന്റെ കെട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപ്പം എൻ്റെ കല്യാണം കൂടാനായിട്ട് നമ്മുടെ ദാസപ്പൻ്റെ ആരാണ് വന്നെങ്കിൽ പറ. ഗേൾ ഫ്രണ്ട് വന്നിട്ടുണ്ട്. എന്ത് അതുകൊണ്ട് വിളിക്ക്. അങ്ങോട്ട് നമ്മുടെ ദാസപ്പൻ്റെ കൊച്ചു കേട്ടോ. എന്റെ ഗേൾഫ്രണ്ട് ആണ്. പേര് പറ. ശ്രീലക്ഷ്മി. ശ്രീകുട്ടി. അതെ, പറയണ. എല്ലാരും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരിക്കും. കുറെ പേരെ കണ്ടിട്ടുണ്ട്. പറ. എന്റെ ഗേൾഫ്രണ്ട് ആണ്. വീട്ടിലറിയോ ഈ കാര്യം? വേറെ വീട്ടില് അറിയാം, എന്നാലും ചെറിയ പറഞ്ഞാടാ ഡാഡി അതൊന്നും പറയണ്ട. അത് പറയണ്ട. വീട്ടിലേക്ക് അറിയാന്ന് പറ. വീട്ടിലറിയാന്ന് പറ. വീട്ടിലറിയല്ലേ? വീട്ടിലൊക്കെ അറിയാം. കണ്ണന്റെ കല്യാണം പ്രമാണിച്ച് അതെ വന്നാണ്. അല്ലേ? അതെ. പറ. പിന്നെ എന്തൊക്കെയാ പറ. നിനക്ക് എവിടെ നിങ്ങൾ എവിടെ വെച്ചാ കണ്ടുമുട്ടി? പറ. ഞങ്ങൾ ആദ്യം കണ്ടതാണോ? ആദ്യം കണ്ടത് എറണാകുളം ബസ് സ്റ്റാൻഡ്. അതല്ല, നമ്മൾ എങ്ങനെ കണക്ഷൻ പറ. ഞങ്ങൾ എങ്ങനെ കണക്ഷൻ ആയതില്ലേ? ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി കണക്ഷൻ ആയതാണ്. അതെ 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 അല്ലേ? അതെ, പിന്നെ ഞങ്ങൾ സെറ്റായി. അതെ. എല്ലാരും കല്യാണം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നാളല്ലേ? അതെ. ഇതൊക്കെ ഒന്ന് ഒഴിയായിട്ട് എന്നിട്ട് മതി. ഏത് ഇതിന്റെ ഒക്കെ ഇത് നടക്കിട്ട്. നീ ജോലിക്ക് പോകുന്നുണ്ടോ? ജോലിക്ക് പോകുന്നുണ്ട്. എന്നാലേ നടക്കത്തുള്ളൂ. അതെ. ആണോ? ഗൈസ്, അപ്പം ഇതാണ് ശ്രീകുട്ടി, നമ്മുടെ ദാസപ്പന്റെ എന്താ പറയണ്ടേ, ഗേൾ ഫ്രണ്ട് ലൈൻ എന്നൊക്കെ പറയാം. അപ്പം ഇതാണ് ശ്രീകുട്ടി കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ കാണുമായിരിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ യൂട്യൂബിലൊന്നും അങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല. അപ്പം ഇന്നെൻ്റെ കല്യാണം പ്രമാണിച്ച് അപ്പോൾ അവനൊരു ധൈര്യമായി. ഇനി ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുവന്നല്ലോ, അപ്പോൾ എല്ലാവരും കാണിക്കുകയൊക്കെ ചെയ്തു ദാസപ്പൻ്റെ പെണ്ണിനെ. അപ്പം വൈകാതെ തന്നെയല്ല, ജോലി നല്ല, ഇവനിപ്പോൾ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നല്ല ജോലിയൊക്കെ മേടിച്ചിട്ട് മോളെന്തായാലും PG ആയിട്ട് നിൽക്കുക. ടീച്ചറല്ലേ? ഇല്ല, അതല്ലേ. അപ്പം കുട്ടിയാണെങ്കിൽ, മോളാണെങ്കിൽ ടീച്ചറാകാൻ വേണ്ടിയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നേഴ്സും ടീച്ചറും. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ജോലിയൊക്കെ മേടിച്ച് ഇച്ചിരി പ്രായമൊക്കെ ആയിട്ട് കെട്ടിക്കല്ലേ? അതെ അതെ. അവരൊക്കെ ആയിരിക്കില്ല ഞാൻ കെട്ടിയ എന്താന്ന് ആണോ? എന്താ അതെ അതെ പറയുന്നത്. അപ്പൊ ഓക്കെ, പിന്നെന്താ? പിന്നെ ഒന്നുമില്ല, പോണം, സമയമായി. ഒരാളോടെ പമ്പ് ചെയ്യുന്നു. ഇതിന് ബാക്കി കുറച്ച് പേരുണ്ടോ കഥ കേൾക്കാൻ വേണ്ടി? അല്ല, നിങ്ങൾ തന്നെയാണോ?
ഇതിന്റെ ബാക്കിൽ എല്ലാവരും കഥ കേട്ടോണ്ടിരിക്കണേ. ആരാണ് അങ്ങോട്ട് നീങ്ങിപ്പോയത്? ഇങ്ങോട്ടേ. അയ്യോ അച്ഛൻ വരുന്നു 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 അച്ഛൻ വരുന്നടാ. എന്താ അച്ഛന്റെ ഭാവി മരുമോളാകാൻ പോണ കുട്ടിയല്ലേ ഇത്? ഇതാരാന്ന് പറഞ്ഞു കൊടുക്കച്ചാ. ആന്റി കൊച്ചി ഞാൻ പറഞ്ഞു കൊടുക്കണോ? പറ. ഇതാ ദാസപ്പന്റെ ഗേൾഫ്രണ്ടാണ്. ദാസവന്റെ ഗേൾഫ്രണ്ടാണ്. അതെ. ഇവരുടെ കല്യാണം എന്നാ? ഇവരുടെ കല്യാണം അത് ശരി. അച്ഛനും അമ്മയൊന്നും അറിയണ്ടേ? അപ്പൊ നിങ്ങൾ അറേഞ്ച് ശരി, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഞങ്ങളടുത്ത് കൂടിയാലേക്കട്ടെ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അതെ അതെ വേണ വേണ്ട എന്ന്. അതെ. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം വീട്ടിലോട്ട് വരാം കേട്ടോ. അപ്പൊ ഞങ്ങൾ ജ്യൂസ് ഒക്കെ കൊണ്ട് തരണം. ഓക്കെ. ദിവസം ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. എന്നാണ് നമ്മൾ തീരുമാനിച്ചു പോകുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ പോണ്ടേ? വീട്ടിൽ പോണ്ടേ? വീട്ടിൽ നിന്ന് വിളിച്ചില്ലേ? എങ്ങനെ പോകണം? അതൊക്കെ പോവും. അതൊക്കെ പോവും. നമ്മള് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് നേരെ. അതെ. നമ്മള് കണ്ടെത്തി വന്ന് താഴും. അതെ അതെ. അപ്പം ഓക്കെ ഗൈസ്, അപ്പം പോട്ടെ പോട്ടോ പോട്ടോ. പോട്ടെ.